പുറത്തേക്ക് വരുന്ന അഭിഭാഷകന്റെ പ്രതികരണമാണ്. ഫോണെന്നേ പാടുള്ളൂ, ഐ മീൻ ഒരു സിമ്മേ പാടുള്ളൂ, അങ്ങനെ കൃത്യമായിട്ടുള്ളത് എടുക്കുന്നേ ഉള്ളൂ. റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ 2 ആഴ്ചയിലാണോ 10 ദിവസത്തിലാണോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഇതാക്കുന്നേ ഉള്ളൂ. അല്ല, റിപ്പോർട്ട് എടുത്തിട്ട് കോടതി എല്ലാ കേസിലും ജാമ്യം കിട്ടി എന്ന് തന്നെ അതിലും കിട്ടി, എല്ലാത്തിലും കിട്ടി. കോട്ടയത്തിൻ്റെ അവിടെ പ്രൊഡക്ഷൻ വാറുണ്ടായിരുന്നു. പ്രതിയുടെ സുരക്ഷ ഉറപ്പാക്കും. അങ്ങനെ ഒരു ഭീഷണി റൂറൽ എസ് പിക്കാണ് എന്നാ പറഞ്ഞു കേട്ടത്. ഇല്ല, ഞങ്ങളൊന്നും വാദമൊന്നും ഉന്നയിച്ചില്ല. പ്രോസിക്യൂട്ടർ പറഞ്ഞു, സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അങ്ങനെ പറഞ്ഞു. നോക്കട്ടെ, അതിൻ്റെ കറക്റ്റ് ഇത് കിട്ടിയിട്ടില്ല. അടുത്ത നടപടി അവിടെ ജയിലിൽ പോയിട്ട് അവിടുന്ന് ഇറങ്ങുന്നത്. ഇന്ന് തന്നെ ഇറങ്ങും. റിലീസ് ഓർഡർ വാങ്ങിച്ചിട്ട് അങ്ങോട്ടാണ് പോകുന്നത്. ജാമ്യം ലഭിച്ച പൾസർ സുനി ഇന്ന് തന്നെ പുറത്തിറങ്ങും എന്നതാണ് അഭിഭാഷകൻ പറഞ്ഞത്. മറ്റ് കേസുകൾ കൂടി ഉണ്ടായിരുന്നു. നടിയെ ആക്രമിച്ച കേസിന് പുറമെ ജയിലിൽ ഫോൺ ഉപയോഗിച്ച് അടക്കമുള്ള 1-2 കേസുകൾ കൂടി ഉണ്ടായിരുന്നു. ആ കേസുകളിലെല്ലാം തന്നെ ജാമ്യം ലഭിച്ചു. മറ്റൊന്ന് പ്രൊഡക്ഷൻ വാറണ്ടായിരുന്നു. ഇതിലെല്ലാം നടപടിക്രമങ്ങൾ നീങ്ങിയിരിക്കുന്നു. പുറത്തേക്ക് വരുമ്പോൾ പോലും ഉപാധികളോടെയാണ് ജാമ്യം. എറണാകുളം ജില്ല വിട്ടു പോകരുത്, ഒരു സിം മാത്രമേ, ഒരു മൊബൈൽ നമ്പർ മാത്രമേ ഉപയോഗിക്കാവൂ, മാധ്യമങ്ങളെ കാണരുത്, അങ്ങനെ കൃത്യമായ വ്യവസ്ഥകൾ നിശ്ചയിച്ചിട്ടുണ്ട് കോടതി. അപ്പം പോലീസിനോട് പൾസർ സുനിയുടെ സുരക്ഷ ഉറപ്പാക്കണം എന്നുകൂടി നിർദ്ദേശിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിഷ്ണു, അഭിഭാഷകൻ പൾസർ സുനിയുടെ അഭിഭാഷകനാണ് പ്രതികരിച്ചതെന്ന് മനസ്സിലാക്കുന്നു. ജാമ്യ വ്യവസ്ഥകൾ സംബന്ധിച്ച് മുമ്പ് നമുക്ക് ലഭിച്ചതിനധികം എന്തെങ്കിലും കാര്യങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ടോ? ഗൂഗിൾ, പൾസർ സുനി 7.5 വർഷത്തിന് ശേഷം ഇന്ന് ജയിൽ മോചിതനാകും, ഇന്ന് തന്നെ പുറത്തിറങ്ങും എന്നാണ് സുനിയുടെ അഭിഭാഷകൻ അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. എല്ലാ കേസുകളിലും ജാമ്യം ലഭിച്ചിരിക്കുന്നു. നേരത്തെ ഒരു ആശങ്ക നിലനിന്നിരുന്നത് 2 കേസുകൾ, ഒന്ന് ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച കേസും മറ്റൊന്ന് കോട്ടയത്തുള്ളൊരു കേസുമായിരുന്നു. ആ കേസുകളിൽ കൂടി ജാമ്യം വേണം, എന്നാൽ മാത്രമേ സുനിക്ക് പുറത്തിറങ്ങാനാകൂ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ആ കേസുകളിലെല്ലാം ജാമ്യം ലഭിച്ചിരിക്കുന്നു. സുനിക്ക് ഇന്ന് പുറത്തിറങ്ങാം എന്നാണ് ലഭിക്കുന്ന വിവരം. സുനി പെരുമ്പാവൂരിലെ വീട്ടിലാകും ഉണ്ടാകുക. കർശന ജാമ്യോപാധികൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പോലീസ് സുരക്ഷ, സുനിയുടെ ജീവന് ഭീഷണി ഉണ്ടെന്നും അതിൽ പോലീസ് സുരക്ഷ ഉറപ്പാക്കണമെന്നാണ്. എറണാകുളം റൂറൽ എസ് പിക്കാണ് അതിൻ്റെ ചുമതല നൽകിയിരിക്കുന്നത്. ഒപ്പം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണമുണ്ട്. ഒരു സിം മാത്രമാണ് ഉപയോഗിക്കാൻ അനുമതിയുള്ളത്. ആ സിമ്മിൻ്റെ വിവരങ്ങൾ തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കണം. ഒപ്പം മാധ്യമങ്ങളോട് ഒരു തരത്തിലുള്ള ബന്ധവും പുലർത്തുള്ളത്, ഒരു തരത്തിലും അവരോട് സംസാരിക്കരുതെന്ന കർശന ഉപാധി നൽകിയിട്ടുണ്ട്. ഈ ഇരയ്ക്ക് അവരെ ഭീഷണിപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറുന്നതിനോ ഒരു തരത്തിലുള്ള ഇടപെടലും സുനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. ഒപ്പം പ്രൊബേഷൻ ഓഫീസറോട് ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോൾ സുനിയുടെ നടപ്പുമായി ബന്ധപ്പെട്ട്, നല്ല നടപ്പുമായി ബന്ധപ്പെട്ട്, പെരുമാറ്റവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഇടപെടുന്നുണ്ടോ അക്കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത വരുത്തണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വിശദമായൊരു കർശനമായ ജാമ്യ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് സുനി ഇന്ന് പുറത്തിറങ്ങുന്നത്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകുന്നത്. വിഷ്ണു, കർശനമായ ജാമ്യ ഉപാധികൾ അത് കർശനമെന്ന് തന്നെ പറയാനാകുമോ? സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോടക്കം പ്രതികരിക്കരുത് എന്നതും ഉൾപ്പെടെ സിം ഒരെണ്ണം മാത്രമേ ഉപയോഗിക്കാവൂ, അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ കൂടി വരുന്നുണ്ടല്ലോ. പൾസർ സുനി ഇന്ന് തന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും. 7.5 വർഷത്തിന് ശേഷമാണ് ജയിൽ മോചിതനാകുന്നത്. സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. തുടർന്ന് ഇന്ന് വിചാരണ കോടതി ജാമ്യ വ്യവസ്ഥകൾ നിശ്ചയിക്കുകയും ചെയ്തു. ഏതായാലും മറ്റ് കേസുകളിലടക്കം, ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിലടക്കം ഇന്ന് ആ കേസുകളെല്ലാം ജാമ്യം ലഭിച്ച് ഇന്ന് തന്നെ പുറത്തിറങ്ങുമെന്നതാണ് പൾസർ സുനിയുടെ അഭിഭാഷകൻ പറഞ്ഞത്. തിരികെ എത്താം ചെറിയ ഇടവേളയ്ക്ക് ശേഷം.
തിരികെ വാർത്തകളിലേക്ക്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനി ഉപാധികളോടെ ജാമ്യത്തിൽ വിട്ടിരിക്കുകയാണ് വിചാരണ കോടതി. ഇന്ന് തന്നെ പൾസർ സുനി പുറത്തിറങ്ങുമെന്നതാണ് അല്പം മുമ്പ് അഭിഭാഷകൻ പറഞ്ഞത്. മറ്റ് കേസുകളിലും ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം. എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ജയിലിൽ ഫോൺ ഉപയോഗിച്ചടക്കം മറ്റൊന്ന് കോട്ടയത്തൊരു കേസ്, ഇങ്ങനെ മറ്റ് 2 കേസുകൾ കൂടി ഉണ്ടായിരുന്നു. സുപ്രീം കോടതി ജാമ്യം അനുവദിച്ച നടിയെ ആക്രമിച്ച കേസിനപ്പുറത്ത് പൾസർ സുനിക്ക് ഇതെല്ലാം ജാമ്യം ലഭിക്കുന്നു, ഇന്ന് തന്നെ പുറത്തിറങ്ങും എന്നാണോ? ഗോകുൽ, എല്ലാ കേസിലും പൾസർ സുനിക്ക് ജാമ്യം കിട്ടിക്കഴിഞ്ഞു. അല്പസമയത്തിനകം പൾസർ സുനി ജയിലിൽ നിന്നും ഇപ്പോൾ പൾസർ സുനിയെ കോടതി നടപടികൾ പൂർത്തിയാക്കി സബ് ജയിലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എറണാകുളത്ത് ഹൈക്കോടതിയുടെ തൊട്ടടുത്തുള്ള സബ് ജയിലിലാണ് പൾസർ സുനി ഉള്ളത്. ഇപ്പോൾ അതിനകത്ത്, ജയിലിനകത്ത് കോടതി നടപടികൾ തീർത്ത പേപ്പർ നടിയെ ആക്രമിച്ച കേസിലെ 1-ാം പ്രതി പൾസർ സുനി 7.5 വർഷത്തിന് ശേഷം ഇന്ന് ജയിൽ മോചിതനാവുകയാണ്. സുപ്രീം കോടതി ജാമ്യം അനുവദിച്ച പൾസർ സുനിക്ക് ഇന്ന് വിചാരണ കോടതി, എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യവ്യവസ്ഥകൾ നിശ്ചയിച്ചു. അതിന് പ്രകാരം മറ്റ് കേസുകൾ കൂടി ജാമ്യം ലഭിക്കുന്നു. ശ്രീകാന്ത്, തുടരാം. നിലവിൽ പൾസർ സുനി ഉള്ളത് എറണാകുളത്ത് സബ് ജയിലിലാണ്. അതായത് എറണാകുളം ഹൈക്കോടതിയുടെ തൊട്ടടുത്തുള്ള സബ് ജയിലിലാണ് പൾസർ സുനി ഉള്ളത്. പൾസർ സുനി അവിടേക്ക് ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. ജയിലിൽ പൾസർ സുനിക്ക് പുറത്തിറങ്ങാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഇപ്പോഴാണ് കോടതിയിൽ നിന്നും നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കി ഇയാളെ ജയിലിലേക്ക് കൊണ്ടുവന്നത്. പൾസർ സുനി പെരുമ്പാവൂരിലെ വീട്ടിലേക്ക് പോകും എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. സുനിയുടെ അഭിഭാഷകനും അത്തരത്തിലാണ് പറഞ്ഞത്. വീട്ടിലെത്തി അമ്മയെ കാണുക എന്നുള്ളതാണ് ഇപ്പോൾ അയാൾ ഉദ്ദേശിക്കുന്നത്. അവിടേക്ക് പോകും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരവും. ജാമ്യ വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. അതിൽ 1-2 കർശനമാണ്. ഒന്ന്, ഒരു സിമ്മേ ഉപയോഗിക്കാവൂ. ആ സിമ്മിന്റെ വിവരങ്ങൾ അത് കോടതിയെ തിങ്കളാഴ്ച അറിയിക്കണം. രണ്ടാമത്തേത്, മാധ്യമങ്ങളോട് സംസാരിക്കരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത്, അല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കരുത് തുടങ്ങിയ സാധാരണഗതിയിലുള്ള ജാമ്യ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്കുള്ള കർശന വ്യവസ്ഥകൾ ഒന്നും തന്നെയില്ല. ഇതിനിടെ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കർശനമായ ജാമ്യവ്യവസ്ഥ വേണം എന്ന് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. എല്ലാ ദിവസവും സുനി ഈ സ്റ്റേഷനിലെത്തി, പോലീസ് സ്റ്റേഷനിലെത്തി ഒപ്പിടുന്ന രീതി കൊണ്ടുവരാൻ പോലീസ് പരമാവധി ശ്രമിച്ചു. പക്ഷേ അതിന് കോടതി വഴങ്ങിയില്ല. ജീവന് ഭീഷണിയുള്ളതിനാലാണ് അങ്ങനെയൊരു നീക്കം നടത്തുന്നത് എന്ന് പോലീസ് പറഞ്ഞു നോക്കി. പക്ഷെ ജീവന് ഭീഷണിയുള്ളവർ സ്റ്റേഷനിലെത്തി ഒപ്പിടുക എന്നുള്ളതാണോ നടപടി, സാധാരണ നടപടി എന്ന് കോടതി തിരിച്ചു ചോദിച്ചു. പോലീസിന് മറുപടി ഉണ്ടായില്ല. എന്തായാലും നടപടി അല്പസമയം എടുക്കും. അതിനുശേഷം പുറത്തേക്ക് വരും പൾസർ സുനി. ഏതായാലും നടിയെ ആക്രമിച്ച കേസിലെ 1-ാം പ്രതിയായ പൾസർ സുനി ഇന്ന് തന്നെ ജയിൽ മോചിതനാകും. 7.5 വർഷത്തിന് ശേഷമാണ് പുറത്തിറങ്ങുന്നത്. കടുത്ത ഉപാധികൾ കൊണ്ടുവരാൻ പ്രോസിക്യൂഷൻ വാദിച്ചെങ്കിലും, പക്ഷേ ഉപാധികളുണ്ട് എങ്കിൽ പോലും ആ പ്രോസിക്യൂഷൻ്റെ പല വാദങ്ങളും കോടതി അംഗീകരിച്ചില്ല. ജാമ്യവ്യവസ്ഥകൾ നിശ്ചയിച്ചുകൊണ്ട് കർശന ഉപാധികളോടുകൂടിയാണ് ഇപ്പോഴും ജാമ്യം അനുവദിക്കുന്നത്. എറണാകുളം ജില്ല വിട്ടു പോകാൻ പാടില്ല എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളുണ്ട്. ഒരൊറ്റ സിം മാത്രം ഉപയോഗിക്കാവൂ, മാധ്യമങ്ങളെ കാണരുത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ കോടതി പൾസർ സുനിക്ക് നൽകിയിട്ടുമുണ്ട്.